ഫ്രണ്ട്സ്, നമസ്തേ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? എല്ലാവർക്കും ലൈഫ് ഓഫ് ഹെമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ കണ്ടോ, ഒരുപാട് പഴുത്ത പഴമാണത്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊന്നും ഉറങ്ങിപ്പോയില്ല. ഹൗസ് വാമിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഉറങ്ങിപ്പോയി. ഇനി എന്താ ചെയ്യുക? അപ്പോൾ കുറച്ച് പഴം ഇരിക്കുന്നുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് മക്കളെത്തും. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പഴം നെയ്യിൽ പൊരിച്ചതും ബീഫും. പഴം പൊരിച്ചതും പോത്തിറച്ചിയും എന്ന് കേട്ടിട്ടുണ്ടോ? അതന്നെ, നമ്മുടെ തൃശ്ശൂർക്കാരുടെ അല്ല അത് സ്പെഷ്യല്. ഇതാരുടെയൊന്നും അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതാ പഴം കണ്ടോ, ഇതാ ഒരു സെറ്റ് പൊരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇവൻ നല്ല കാണാൻ ഇത്തിരി യെല്ലോ ബ്ലാക്കിഷ് കളറാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നെയ്യിൽ മാത്രം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കും ഇങ്ങനെ 2 പീസ് എടുത്തിട്ട് കഴിച്ചാൽ മതി. കണ്ടോ, കുറച്ച് നട്ട്സ് ഉണ്ടായാൽ നല്ലതായി. പിന്നെ ബീഫിന് പകരം വേണമെങ്കിൽ ചിക്കൻ കറി കഴിച്ചു കേട്ടോ. ഇതാ ഞാൻ പൊരിക്കണു, പഴം പൊരിക്കണു. ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഉപ്പുമാവ് ആർക്കും കുറച്ച് പേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചു എന്നുള്ളൂ. ഇത് പഴം പുളിശ്ശേരിക്കുള്ള പഴം ഇതാ നെയ്യിൽ വഴറ്റിയിട്ട് ഇതാ വേവിക്കണം. ഇനി നാളെ ഇത് കുക്ക് ചെയ്യുള്ളൂ. ഇന്ന് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ വേവിച്ച് വെക്കും. ഇതിപ്പോൾ നെയ്യിൽ കിടന്ന് ഇതായി വേണ്ട വേവണു, വെന്ത് ഉടയണം. അപ്പോൾ നമുക്ക് കുറച്ച് നാൾ ഇത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് പഴം പുളിശ്ശേരി നല്ല ടേസ്റ്റിൽ കഴിക്കാം. കണ്ടോ, അപ്പോൾ പഴമൊന്നും ഇങ്ങനെ കളയണ്ട. ഫുഡിന് വേണ്ടിയിട്ട് എത്ര പേരല്ലേ നമ്മുടെ തെരുവിലൊക്കെ കിടക്കണ കണ്ടിട്ടില്ലേ? ഞാൻ ആദ്യം ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഓണം വിഷു സമയങ്ങളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി പൊതിഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ട് അങ്ങനെ വഴിയോരത്തുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ തീരെ സമയം കിട്ടാത്ത കാരണം അവരൊക്കെ നമ്മൾ മാത്രം നന്നായി ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരല്ലോ, അവർക്കും നമ്മൾ കഴിക്കണ ഒരു നേരം കൊടുക്കാൻ പറ്റിയെങ്കിൽ അതാണല്ലോ പുണ്യം. നമ്മളെത്ര ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുന്നേക്കാളൊക്കെ എനിക്ക് ബെറ്ററായിട്ട് കൂടുതൽ തോന്നിയിട്ടുള്ളത് അതൊക്കെയാണ്. അതാണ് കൂടുതൽ ഫലം കിട്ടുക എന്നാണ്. അന്നം കിട്ടാതെ വലയുന്നവർക്ക് ഒരു നേരം അന്നം കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ അന്നദാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ബീഫും പഴം പൊരിച്ചതും. ഓക്കെ, ബീഫ് കറി ഉണ്ടോ? ഇതാ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ബീഫ് കറിയാണ്. ഇതാ അതിൻ്റെ ബാക്കിയുണ്ട്. സാധാ ബീഫ് കറി കേട്ടോ. ഇതും പഴം പൊരിച്ചത്. ഈ പഴം നല്ല ഹൈലൈറ്റ്, എല്ലാവരും ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. പഴം കൂടുതലായിട്ട് വരുമ്പോൾ ഇങ്ങനെ പൊരിച്ച് വെക്കാനും പറ്റും, എടുത്ത് വയ്ക്കാൻ പറ്റും. കണ്ടെയ്നറിലാക്കിയിട്ട് ടൈറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യത്തിന് ഒരു ലേശം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് നല്ലതല്ലേ പഴം, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും പഴം പൊരി. ഇതെൻ്റെ മകൻ കഴിക്കാറില്ല, പഴം കഴിക്കില്ല. അപ്പോൾ അവന് ഇങ്ങനെ പൊരിച്ച് കൊടുത്താൽ നന്നായി കഴിക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് വരാറേ. അപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കും നന്നായിട്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇതൊക്കെയാണ്. അപ്പോൾ ലൈഫ് ഓഫ് ഹെമ്മയുടെ ചാനൽ എല്ലാവരും കാണണം, നല്ല കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ, ഒന്ന് കയറി വരട്ടെ. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബായ്, ശുഭരാത്രി.